ഹലോ ഗായ്സ്, അപ്പൊ മാർക്കോ സിനിമ ഇന്ന് നല്ല ചർച്ചാ വിഷയമായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കുറേ ആൾക്കാർ പറയുന്നൊക്കെ കേട്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയൊരു സിനിമയാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷിച്ചു പോയൊരു സിനിമയാണ് കേട്ടോ. എൻ്റെ പൊന്നു പടച്ച റബ്ബേ, ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള, ഒരിക്കലും കുട്ടികളെയും കൊണ്ട് പോവാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ മൊത്തം ബ്ലഡ്, അടി, വെട്ട്, കുത്ത്, അങ്ങനെയുള്ള മൊത്തം സംഭവങ്ങൾ കേട്ടോ. എന്താ പറയുക, ഒന്ന് കണ്ണും മിഴിച്ച്, രണ്ട് കണ്ണും മിഴിച്ച് നമുക്ക് ഒരിക്കലും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാനുള്ള ചാൻസ് അല്ല, ഉറപ്പായാലും പേടിക്കും കേട്ടോ. അതുകൊണ്ടാണ് കുട്ടികൾ ഒരു കാരണവശാലും കൊണ്ടുവരുതെന്ന് പറയുന്നത്. ഞാൻ തന്നെ രണ്ട് കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഒരു കണ്ണ് അടച്ചിട്ടല്ലാണ്ട് ആ സിനിമ ഒരിക്കലും കാണാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു കേട്ടോ. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു അഡാറായിട്ട് ആയിരുന്നു കേട്ടോ മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഹനീഫ് അതിനോട് ഒരു ബ്രില്യൻറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മാർക്കോനെ അമ്മാതിരി ലെവലിലാണ് കേട്ടോ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഹനീഫ് അതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ബോസ് ആൻഡ് കോയും, മീക്കായിൽ, ദ ഗ്രേറ്റ് ഫാദർ, ഈ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ മാർക്കോ. കാരണം അമ്മാതിരി വയലൻസ്, മൊത്തം വയലൻസ് ആണ് കേട്ടോ. ഒരിക്കലും ഈ സിനിമ മനക്കെട്ടില്ലാത്തവരും പേടിയുള്ളവരും ഒരിക്കലും കാണരുത് കേട്ടോ. മിക്കായിൽ സിനിമന്റെ രണ്ടാം ഭാഗമാണ് മാർക്കോ എന്ന് പലരും പറയുന്നു കേട്ടോ. പക്ഷെ മാർക്കോവും മിക്കായും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മിക്കായിലിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് മാർക്കോല് ഉണ്ണിമൂന്തന് എന്നുള്ള ആ ഒറ്റ ബന്ധം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഇനി സിനിമനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഫുൾ വയലൻസ്, ബ്ലഡ്, അടി, ഇടി, വെടി, പുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചില സീനൊക്കെ വരുമ്പോൾ സത്യമായിട്ടും കണ്ണങ്ങോട്ട് പൊത്തിപ്പോവും കേട്ടോ. അതിൽ ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഫീലായി തോന്നിയത്, അതിൽ കുട്ടികളെ വില്ലന്മാര് കൊല്ലുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. എനിക്ക് ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം, സപ്പോസ്, അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിട്ട് ആ ഒരു കാര്യം. ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫൈറ്റ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ക്യാമറ വർക്കും എഡിറ്റിംഗും കേട്ടോ. ഷമീർ മുഹമ്മദ് ആണ് ഈ സിനിമന്റെ എഡിറ്റർ. ചന്ദ്രു സെൽവരാജ് ആണ് സിനിമാട്ടോഗ്രാഫർ. വലിയ സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് ആരും പോകരുത് കേട്ടോ. 2 മണിക്കൂറും 47 മിനിറ്റും ഫുൾ നെഞ്ചിരിപ്പോടെ നമുക്ക് പടം കണ്ടിരിക്കാം. നമ്മൾ കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് 100% എന്തായാലും മുതലാവും. റിയാസ് ഖാൻ പടത്തിലുണ്ടെന്നൊക്കെ കേട്ടോ, പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. OTT വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിംന്ന് നമ്മുടെ മാർക്കോന് പറയാട്ടോ. ഇനിയും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. പോകുമ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുവരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ആദ്യമായിട്ട് ഞാനൊരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.